മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള അണികൾ നേരത്തെ BJP-യിലേക്ക് ഒരു ഷിഫ്റ്റ് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഡൽഹി വരെ എത്തിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു കോൾ വന്നപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ അത് ആത്മകഥ എഴുതിയ ആളല്ലേ? ആത്മകഥ ഞാൻ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വലിയ മനമാറ്റം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായി. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം അതിൽ നിന്ന് മാറാൻ തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനമെടുത്തപ്പോൾ ഒരാളെ അവർ ഇടനിലക്കാരനാക്കി. അത് ഇടനിലക്കാരൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നൊന്നും അയാളുടെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇദ്ദേഹം വിട്ട ഒരാൾ മാത്രമായിരുന്നു ഇടനിലയായിട്ട് നിന്ന ആൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ രാഷ്ട്രീയക്കാർക്കൊക്കെ കൂട്ടുകാർ അവരെക്കാൾ നല്ലവരാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് സത്യത്തിൽ അങ്ങനെ കൂടുതൽ മനസ്സിലായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ ഡൽഹിയിൽ വന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ രാമനിലയത്തിൽ പോയി. ആലപ്പുഴയിൽ പാർലമെൻറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ വിവാദം, ഈ വിഷയം ഉണ്ടായത്. അപ്പം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തുമ്പോൾ രാമനിലയത്തിലെ റൂം നമ്പർ എനിക്കറിയില്ല. കാരണം രാമനിലയത്തിൽ ഒരേ ഒരു തവണയേ ഞാൻ മുറി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നമ്പർ ഓർമ്മയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, ഞാൻ വെപ്രാളപ്പെട്ട് മുറിയെടുക്കുന്നു. വെപ്രാളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് പുറത്ത് ഞാൻ കാരണം പുറത്തറിയണ്ടെന്ന് കരുതിയിട്ടാണ്. ആ റൂം നമ്പർ ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ നേരെ ചെല്ലുന്നു. പത്രസമ്മേളനത്തിൽ പറയണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും ഏതെങ്കിലും ഒരു പത്രസമ്മേളനം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നേരെ ഞാൻ പോകുന്നു, ഇവിടെ ആളുകൾ ഇരിക്കുന്നു, ഇവിടെ ലെഡ്ജറിൽ ഞാൻ ഒപ്പുവയ്ക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുറി ഇവിടെ കയറി ചെന്ന് വലത്തോട്ട്. അപ്പോൾ ആ മുറിയിൽ ഞാൻ ഇരിക്കുന്നു. ഈ നേതാവ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയം അതിക്രമിച്ചപ്പോൾ ഞാൻ ഇയാളോട് ഫോൺ ചെയ്യാൻ പറഞ്ഞു, ഇടനിലക്കാരനോട്. അപ്പോൾ ഇടനിലക്കാരൻ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ പണ്ട് തെറ്റ് ചെയ്ത ഒരാളായതുകൊണ്ടും പറഞ്ഞ വാക്ക് മാറ്റിയ ഒരാളായത് പിന്നെ വീണ്ടും എന്നോട് സംസാരിച്ച് രണ്ടാം വട്ടമാണ് രാമനിലയത്തിൽ ഞാൻ പോകുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ റൂം തുറന്ന് ഞാൻ പുറത്തിറങ്ങി ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ മന്ത്രി രാധാകൃഷ്ണനും പോലീസും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പണ്ടും അറിയാം, ചേലക്കരക്കാരനാണ്, ഞാൻ വടക്കഞ്ചേരിക്കാരിയാണ്. അപ്പോൾ ഞാൻ നമസ്കാരം പറഞ്ഞു, അദ്ദേഹം എന്നോട് നമസ്കാരം പറഞ്ഞു. തൊട്ടപ്പുറത്താണ് ജയരാജൻ്റെ മുറി. ജയരാജൻ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ റൂം നമ്പറുകളെല്ലാം കറക്റ്റായിരുന്നു. പിന്നീടാണ് വിവരാവകാശ രേഖ വെച്ച് നമ്മൾ റൂം നമ്പറുകൾ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞത് ഏതാൾക്കും പരിശോധിച്ചാൽ അറിയാം, ശോഭയുടെ മുറി ഇവിടെയായിരുന്നു, മന്ത്രി രാധാകൃഷ്ണൻ റൂം ഇവിടെയായിരുന്നു, ജയരാജൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ ജയരാജൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, റൂമിൻ്റെ മുന്നിൽ അവരുണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി ഒരു സ്ത്രീയോട്, ഒരു പൊളിറ്റിക്കൽ ലീഡറോട്, ഞാൻ 5 പേരിൽ ഒരാളായിരുന്നു ഇന്ത്യയിൽ ആളുകളെ കൂട്ടാനും മെമ്പർഷിപ്പ് ഡ്രൈവിൽ പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു, മധ്യപ്രദേശ് മുഖ്യമന്ത്രി. ഞാൻ കോ കൺവീനറായിരുന്നു. എന്നാൽ മൂന്നിലധികം തവണ ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാൾ, ഒരു സ്ത്രീയെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന് പറഞ്ഞ് പുസ്തകം എഴുതാൻ വേണ്ടി DC-ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അത് ആകാശത്തു നിന്ന് പൊട്ടി വീണതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും DC പോലും അതിന് കൂട്ടുനിൽക്കുകയും, കാരണം ഒരുപക്ഷെ പല കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, കൂട്ടുനിൽക്കുകയും എന്നാൽ പിന്നീട് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സിമ്പിൾ പോയിന്റ്, BJP-യെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം BJP-യിലേക്ക് ചേരാൻ തീരുമാനമെടുത്തത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ BJP-യിൽ ചേരാൻ തയ്യാറല്ലായിരുന്നു, ഇത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു കഥയാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ വലിയ ആളല്ല. എനിക്ക് ഈ കഥ, ഒരാളെ നമ്മൾ BJP-യിൽ ചേർത്താൻ വേണ്ടി പോകുന്നത് രഹസ്യമായിട്ടാണ്. ക്യാമറയും അല്ലെങ്കിൽ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. ഞാനൊരു സാധാരണ ആളാണ്. പക്ഷേ എനിക്ക് ഡൽഹിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ വീടുകളിൽ എനിക്ക് പരിചയമുണ്ട്, മുഖ്യമന്ത്രിമാരെ എനിക്ക് കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അമിതമായിട്ട് എന്നെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് പലരും ഈ നവമാധ്യമങ്ങളിലൂടെ കളിയാക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. അപ്പോൾ സത്യമാണ് മീൻസ് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ ഒരു മലയാളം പുസ്തകം ഞാൻ എഴുതി കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ പത്രക്കാരോടൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു ഫോട്ടോയും പുറത്തു വന്നിട്ടില്ല, ആ പുസ്തകം എൻ്റെ പ്രകാശനം ചെയ്തിട്ടില്ല. കാരണം അപ്പോൾ മോദിജി പറഞ്ഞു ഇത് മലയാളമാണ് ശോഭ, ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ, അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അത് മൊഴി മാറ്റിയിട്ട് വേണം ഇതിൻ്റെ. പക്ഷേ ഇനിയും ഞാൻ കാത്തിരിക്കില്ല, കാരണം അത് കഴിഞ്ഞിട്ടും മാസങ്ങളായി.
ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ പോലെയല്ല വേറെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു അല്ല, CPM-ലല്ല, ഞാൻ CPM-ലുള്ളവരെ മാത്രമല്ല കണ്ടിട്ടുള്ളതെന്ന് അന്നേ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് എന്നെ കണ്ടു അല്ലെങ്കിൽ ഞാൻ പോയി ഒരു ചർച്ച നടത്തിയവരുടെ പേര് പൊതുസമൂഹത്തിൽ അങ്ങനെ എന്താ പറയുക വിവേകമില്ലാതെ വിളിച്ചു പറയുന്ന ഒരാളല്ല. ഒരു സ്ത്രീ ചർച്ച നടത്തിയവരാരും വരാൻ തയ്യാറായില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് പല കാരണങ്ങളുണ്ടാവാം. അതിനെ അങ്ങനെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയാം BJPക്ക് ഇപ്പോൾ വന്നവരിൽ ഞാൻ ചർച്ച നടത്തിയവരുണ്ടെങ്കിലോ, അതിനുശേഷം ആളുകൾ വന്നല്ലോ BJPയിൽ, ഒരുപാട് ആൾക്കാർ വന്നു. കേരളത്തിലും വലിയ ആൾക്കാർ വന്നു. ഇനിയും വരാൻ ലിസ്റ്റിലുണ്ടോ? തീർച്ചയായിട്ടും വരും. ഇലക്ഷൻ അടുക്കുമ്പോൾ വരുമോ? അല്ല, അതല്ല, എന്തായാലും ധാരാളം മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. കണ്ണൂരിൽ ഞങ്ങൾക്ക് മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, തലശ്ശേരിയിൽ മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, പാനൂരിലും മൊകേരിയിലും പാർട്ടി വളർന്നു. കണ്ണൂരിലെ പഴയ കോൺഗ്രസിൻ്റെ പ്രബലനായിട്ടുള്ള ലീഡറായിട്ടുള്ള മിസ്റ്റർ രഘു BJPയിലേക്ക് വന്നു. അതുപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേർ എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു BJPയുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആകമാനം BJPയുടെ വളർച്ചയും, എന്നാൽ കേരള നിയമസഭയിൽ ധാരാളം MLA-മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ സ്ട്രാറ്റജി കൊണ്ട് ഒരു പ്രവർത്തകന് പോലും തൻ്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ ഒരു അപാകത സംഭവിച്ചു എന്ന് 0.5% പോലും ഒരു പാർട്ടി പ്രവർത്തകന് തോന്നാത്ത രീതിയിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. വിജയം പെർസെൻറ്റേജ് അതിനോടൊപ്പം കൂടും. കാരണം എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം പെർസെൻറ്റേജ് തീർച്ചയായിട്ടും കേരളത്തിൽ വർദ്ധിക്കും. പാർലമെൻറ്റ് സമയത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഞങ്ങൾക്ക് കേരളം അങ്ങോളം ഇങ്ങോളം നൽകി എന്നുള്ളതാണ്. ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഭാരതീയ ജനതാ പാർട്ടി വന്നിരുന്നെങ്കിൽ കേരള നിയമസഭയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇടത്തൊരു സ്പേസ് ഉണ്ട്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വലതൊരു സ്പേസ് ഉണ്ടായിരുന്നു, അത് വലതുപക്ഷം UDF LDF. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഞങ്ങൾ നേരായ മാർഗത്തിലൂടെ പോകുമ്പോൾ ഇടതുഭാഗത്തുള്ള വികസന താല്പര്യമുള്ളവരും വലതുഭാഗത്തുള്ള വികസന താല്പര്യമുള്ളവരും ഈ നേർരേഖയിലേക്ക് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയാണ് കേരളത്തിൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. ശ്രീമതി പത്മജ BJPയിലേക്ക് വന്നു. പല ആളുകൾക്കും BJPയിലേക്ക് വരണം എന്നുള്ള മോഹമുണ്ടാവുകയും അതിനനുസൃതമായിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വ്യത്യാസം, അവരുടെ പ്രസംഗങ്ങളിലെ വ്യത്യാസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം, ഉത്തരാഖണ്ഡിൽ നിന്ന് അതിപ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് BJPയിലേക്ക് വന്നു. ഒരു സമയത്ത് UPAയുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്ന ജിതേന്ദ്ര BJPയിലേക്ക് വന്നു. മാധവ് റാവു സിന്ധിയുടെ കുടുംബം കോൺഗ്രസിൻ്റെ അത്രയും വലിയ, അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. പഞ്ചാബിൽ നിന്ന് അമരീന്ദർ സിംഗ് BJPയിലേക്ക് വന്നു. ആസാമിൽ നിന്ന് ഹിമന്ത BJPയിലേക്ക് വന്നു. അതായത് ഇന്ത്യ മുഴുവൻ നോക്കുന്ന സമയത്ത് അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിലെ പല ആളുകളും കൂട്ടം കൂട്ടമായിട്ട് BJPയിലേക്ക് വരികയാണ്. അത് കേരളത്തിലും അതിൻ്റെ മൂവ്മെൻറ്റുകളുണ്ട്. ഇലക്ഷൻ വരികയല്ലേ, ഈ ഇലക്ഷനിൽ BJP എന്താ പ്രതീക്ഷിക്കുന്നത്? ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കുമോ? അല്ല, അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒരു സ്പീഡ്, കാരണം ഇത് ആധുനിക കാലഘട്ടമാണ്. നമ്മൾ ലോകത്തിൻ്റെ മുന്നേറ്റത്തിൽ വളരെ സ്പീഡായിട്ട് വിവിധ രാജ്യങ്ങൾ കൈകോർത്ത് മുന്നേറുന്ന ഒരു സമയത്ത് ഞാൻ രാജ്യത്തെ മാറ്റും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ സ്വന്തം പാർട്ടിക്കാരോട് പോലും പറഞ്ഞ ഒരു പ്രധാനമന്ത്രി,
നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഓരോ ചുവടും മുന്നേറുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ലാളിത്യമാണെന്നും നിങ്ങൾ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്നും നാടിൻ്റെ കാവൽക്കാരായിട്ട് മാറണമെന്നും ഓരോ മുഖ്യമന്ത്രിയോടും ക്യാബിനറ്റ് മിനിസ്റ്റർമാരോടും ദേശീയ നിർവാഹക സമിതി അംഗങ്ങളോടും അഖിലേന്ത്യാ ഭാരവാഹികളോടും അടിക്കടി നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തെയും നോക്കിക്കാണുകയാണ്. അങ്ങനെയുള്ള കേരളത്തിൽ അധികാരം എന്ന് പറയുന്നത് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയ്ക്ക് എന്നതിലുപരി നാടിൻ്റെ വളർച്ചയ്ക്ക് എന്നുള്ള സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ സിഗ്നലുകൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പാലക്കാടിനേക്കാളും കൂടെ ആലപ്പുഴ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഒരു പേഴ്സണൽ താല്പര്യം ഉണ്ടെന്നാണ് അതിൻ്റെ. അല്ല, ആലപ്പുഴയിലെ ജനങ്ങളോട് എനിക്ക് വളരെ സഹതാപമുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. ആലപ്പുഴയെ നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. കാരണം ടൂറിസം മിനിസ്റ്റർ സുരേഷ് ഗോപി ഉണ്ട്. പക്ഷേ ടൂറിസം മേഖലയിൽ ഒരു പ്രൊജക്റ്റ് പോലും കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളത് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ചെറുപ്പക്കാരനാണ്, എനർജറ്റിക് ആവാൻ പറ്റും. അപ്പോൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ടുകൾ കൊണ്ടുവന്ന് ഈ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചാൽ കേന്ദ്രം കൈയഴിഞ്ഞ് സഹായിക്കും. ആലപ്പുഴയെ വലിയൊരു മൂവ്മെൻറ്റിൽ എത്തിക്കാൻ പറ്റും. പാലക്കാടിൽ ഞാൻ പോകുന്നത് കുറവില്ല. പാലക്കാട് അവിടെ ഓൾറെഡി പാലക്കാടിനെ നോക്കാൻ ആളുകളുണ്ട്. അപ്പോൾ എന്ന് വെച്ച് പാർട്ടി നാളെ പറഞ്ഞു എന്നിരിക്കട്ടെ അവിടെ പോണ്ടി വരും എന്ന് പറഞ്ഞാൽ